ഇന്ത്യയിൽ നാട്ടുഭാഷാ പത്ര നിയമം നടപ്പിലാക്കുന്നത് ലിട്ടൻ പ്രഭു വർഷം 1878. എന്നാൽ നാട്ടുഭാഷാ പത്ര നിയമം പിൻവലിച്ചത് റിപ്പൺ പ്രഭു 1882. ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക സെൻസസ് ഏർപ്പെടുത്തുന്നത് റിപ്പൺ പ്രഭുവാണ് 1881. റിപ്പൺ പ്രഭുവിനെ ജനകീയനായ വൈസ്രോയി എന്നാണ് പൊതുവിൽ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ഡഫറിൻ പ്രഭുവാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോരിറ്റി എന്ന് വിശേഷിപ്പിച്ചതും ഈ ഡഫറിൻ പ്രഭുവാണ്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയി കഴ്സൺ പ്രഭു. ബംഗാളിനെ വിഭജിച്ച കഴ്സൺ പ്രഭുവാണ് ആദ്യമായി തിരുവിതാംകൂർ സന്ദർശിച്ച വൈസ്രോയി. ഈ കഴ്സൺ പ്രഭുവാണ് ഇന്ത്യയിൽ ആദ്യമായി യൂണിവേഴ്സിറ്റി ആക്ട് പാസാക്കുന്നത് വർഷം 1904. പുരാവസ്തു സ്മാരക സംരക്ഷണ നിയമം ഇന്ത്യയിൽ പാസാക്കുന്നത് കഴ്സൺ പ്രഭു വർഷം 1904. ഡീറ്റെയിൽഡ് ഫ്രീ ക്ലാസുകൾ നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. താങ്ക് യു.